ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്ന ഒന്നാണ് ഇറാന്റെ ആണവ പദ്ധതികൾ. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ആണവായുധം നിർമ്മിക്കാനാണെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അവർ അതിനടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇസ്രായേലിനൊപ്പം ചേർന്ന് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എവിടെ വരെ എത്തിയെന്നതും അവർക്ക് ഉടൻ തന്നെ ആണവായുധങ്ങൾ നിർമ്മിക്കാനാകുമോ എന്നുകൂടി നമുക്ക് വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. യുറേനിയം സമ്പുഷ്ടീകരണം എന്ന സങ്കീർണമായ ശാസ്ത്രീയ പ്രക്രിയയെക്കുറിച്ചും ഇറാൻ ഇതിൽ കൈവരിച്ച മുന്നേറ്റത്തെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ ഇറാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന യുറേനിയം അയിരിൽ ബോംബ് നിർമ്മാണത്തിനാവശ്യമായ യുറേനിയം 235 എന്ന ഐസോടോപ്പ് വെറും 0.7% മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനെ ആണവായുധങ്ങളിൽ ഉപയോഗിക്കണമെങ്കിൽ യുറേനിയം 235ന്റെ അളവ് കൃത്രിമമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയയാണ് നമ്മൾ സമ്പുഷ്ടീകരണം എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനത്തിനുമായി 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് വേണ്ടത്. എന്നാൽ ഇറാൻ ഇപ്പോൾ 60% വരെ ശുദ്ധീകരിച്ച യുറേനിയം വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് അന്താരാഷ്ട്ര ഏജൻസികളെ ആശങ്കയിലാക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഗ്യാസ് സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യയാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. യുറേനിയം ഹെക്സാഫ്ലൂറൈഡ് വാതകത്തെ അതിവേഗത്തിൽ കറങ്ങുന്ന സെൻട്രിഫ്യൂജുകളിലൂടെ കടത്തിവിട്ടാണ് ഭാരം കുറഞ്ഞ യുറേനിയം 235 വേർതിരിച്ചെടുക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ പക്കൽ ഇപ്പോൾ വിവിധതരം സെൻട്രിഫ്യൂജുകളുടെ വലിയൊരു ശേഖരമുണ്ട്. ആദ്യകാല മോഡലായ IR-1 മുതൽ ഏറ്റവും ആധുനികമായ IR-6 വരെയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. പഴയ മോഡലുകളേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ യുറേനിയം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് IR-6 സെൻട്രിഫ്യൂജുകൾ. 2015 ആണവ കരാർ പ്രകാരം ഇറാന് 300 കിലോഗ്രാം യുറേനിയം മാത്രമേ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എങ്കിൽ നിലവിൽ ഇത് 5500 കിലോഗ്രാമിന് മുകളിലാണ്. ഇതിൽ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് മാത്രം ഏകദേശം 142 കിലോഗ്രാമിലധികം വരും. ഈ കണക്ക് വെച്ച് നോക്കിയാൽ നിലവിലെ ശേഖരം ഉപയോഗിച്ച് മാത്രം ചുരുങ്ങിയത് 3 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കും. ഇതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ബ്രേക്ക് ഔട്ട് ടൈം കുറയുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിടുന്നത്. ഒരു രാജ്യം ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിനാവശ്യമായ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ എടുക്കുന്ന സമയമാണ് ബ്രേക്ക് ഔട്ട് ടൈം. 2015 ഇത് 1 വർഷമായിരുന്നെങ്കിൽ ഇന്നത്തെ ഇറാന്റെ സെൻട്രിഫ്യൂജ് ശേഷിയും യുറേനിയം ശേഖരവും വെച്ച് നോക്കിയാൽ വെറും 1 മുതൽ 2 ആഴ്ചക്കുള്ളിൽ അവർക്കത് സാധ്യമാകും. എന്നാൽ യുറേനിയം 90% സമ്പുഷ്ടീകരിച്ചതുകൊണ്ട് മാത്രം ഒരു ബോംബ് പൂർണ്ണമാകില്ല. ഈ ആണവ ഇന്ധനത്തെ ഒരു മിസൈലിന്റെ തലപ്പത്ത് ഘടിപ്പിക്കാൻ പാകത്തിൽ ചെറുതാക്കുന്ന വെപ്പണൈസേഷൻ എന്ന പ്രക്രിയ കൂടി ഇതിനാവശ്യമാണ്. ഇതിന് മാസങ്ങളോ ചിലപ്പോൾ 1 വർഷമോ എടുത്തേക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ഒരാണവ ശക്തിയാകാൻ ആവശ്യമായ പ്രധാന സാങ്കേതിക കടമ്പകളെല്ലാം ഇറാൻ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞുവെന്നാണ് നിലവിലെ സാഹചര്യം. അതേസമയം ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി എക്കാലവുമില്ല എന്നതാണ് ഇറാന്റെ നിലപാട്.